ഹായ് ഗൈസ്, അങ്ങനെ മണ്ടനായ അഭിയിലൂടെ മാളവിക നാഗേന്ദ്രൻ താമസിക്കുന്ന താവളം കണ്ടെത്തുകയാണ്. അത് മനസ്സിലാക്കി ഉടൻ തന്നെ മാളവിക ആദർശിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. എന്നാൽ മാളവിക പറയുന്നതും കേട്ട് ആദർശിന്റെ തൊട്ടടുത്ത് തന്നെ നയനി ഉണ്ടായിരുന്നു. അങ്ങനെ നാഗേന്ദ്രനെ നേരിൽ മുഖാമുഖം കാണാനായിട്ട് ആദർശ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒറ്റയ്ക്ക് ആദർശ് നാഗേന്ദ്രനെ കാണാൻ പോയതുകൊണ്ട് തന്നെ ഒരു ഭയം നയനയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അത് വെച്ചുകൊണ്ട് തന്നെ നയന മുത്തശ്ശനെ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കുകയാണ്. നാഗേന്ദ്രൻ ഇപ്പൊ ഉള്ള സ്ഥലമൊക്കെ നയന മുത്തശ്ശനോട് പറയുന്നു കേട്ടോ. ഇതറിഞ്ഞ മുത്തശ്ശൻ ഉടനെ തന്നെ ദേഷ്യത്തോടെ ജലജയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് ജലജയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് മുത്തശ്ശൻ. നേരെ കൊണ്ടുപോയിട്ട് കാറിലോട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശനും ആ കാറിൽ കയറുന്നുണ്ട്. ജലജ എത്ര ചോദിച്ചിട്ടും മുത്തശ്ശൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവിടെ എത്തിയ ജലജ നാഗേന്ദ്രനെ കണ്ട് ശരിക്കും അമ്പരക്കുന്നുണ്ട്. അവിടെ വെച്ച് നാഗേന്ദ്രനോട് കയർക്കുന്ന ആദർശിനെ മുത്തശ്ശൻ തടയുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിൽ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടി എരന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നാലെ തന്നെ നന്ദവും പോലീസുകാരും അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദർശ് നാഗേന്ദ്രനെ കൈയോടെ പിടികൂടുന്ന ഈ ഒരു കിടിലൻ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് മാളവികയുടെ ക്യാബിനിലോട്ട് അഭി കയറി വരുന്നതാണ്. മാളവികയെ, ആ എന്താ സർ? മാളവിക എന്തെങ്കിലും തിരക്കിലാണോ? അതെ സർ, ഞാൻ ഡിസൈൻസ് ഒക്കെ വരച്ചോണ്ടിരിക്കുക. അല്ല, ഡിസൈനൊക്കെ ഓൾറെഡി വരച്ചു കഴിഞ്ഞില്ലേ? അതാണെങ്കിൽ ഏഞ്ചലറിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി എന്തിനാ മാളവികയെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത്? അത് പിന്നെ സർ, സമയമുണ്ടല്ലോ. നമ്മുടെ ഡിസൈൻസിൽ വേറെന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതിനേക്കാൾ ഭംഗിയാവുകയാണെന്നുണ്ടെങ്കിലോ? അത് മാളവിക പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഡിസൈൻ തന്നെ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അത് മാളവിക മാറ്റി വരയ്ക്കണ്ട. ആണോ സർ? ആ ഡിസൈന് അത്രയ്ക്കും കൊള്ളാവോന്നോ? എന്ത് ചോദ്യ മാളവികയെ? സത്യം പറയാലോ, മാളവികയുടെ ഈ ഡിസൈന്റെ മുന്നിലെ നയനാന്നും പറയുന്നവള് തല കുത്തിയിരുന്ന് വരച്ചാലും ഈ ഡിസൈന്റെ 7 അകലത്തെത്തില്ല. അത് ഞാൻ തരുന്ന വാക്കാ. സർ, സത്യം പറയാലോ, ഇപ്പൊ സാർ എനിക്ക് തരുന്ന കോൺഫിഡൻസാ എനിക്ക് വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ്. ഓ, അപ്പൊ വരയ്ക്കാൻ മാത്രമുള്ള ഇൻട്രസ്റ്റ് ഞാൻ തരുന്നുള്ളൂ. അല്ലാതെ മാളവികയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കുവോ സാറേ? സാറിന് എന്റെ മനസ്സിൽ എത്രത്തോളം വലിയ സ്ഥാനമാണെന്ന് അറിയോ? അത് പിന്നെ മാളവികയെ, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി സർ. ഒരാണിന്റെ ചാട്ടം കണ്ട ഏത് പെണ്ണിനും മനസ്സിലാവും സാറിന് എന്നോട് പ്രണയമാണല്ലേ. അതിപ്പോഴും മാളവികയ്ക്ക് മനസ്സിലായില്ലേ? എനിക്ക് മാളവികയെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു സർ അറിയാത്തൊരു കാര്യമുണ്ട്. എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. അതിനൊക്കിപ്പോ എന്താ മോളെ? എനിക്കും ഭാര്യയില്ലേ? ഭാര്യ മാത്രമാണോ? ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ട്. പക്ഷേ ഞാൻ അതിനെ വല്ലതും കാര്യമാക്കുന്നുണ്ടോ? അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൃത്യസമയത്ത് കൊടുക്കും. എന്നാ മാളവിക ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് തുളച്ചു കയറിയതാ നീ. എന്തോ എപ്പോഴും നീ എന്റെ മനസ്സിനെ നിന്നെ എടുത്ത് കളയാൻ എനിക്ക് തോന്നുന്നില്ല. സാർ മേഡത്തോട് ചെയ്യുന്നത് ചതിയല്ലേ? എന്ത് ചതി? അവളുടെ സ്വഭാവം അറിഞ്ഞാലേ നീ ഇത് ചതിയെന്നൊന്നും പറയില്ല. സത്യം പറഞ്ഞാലേ അവൾ എന്റെ തലയിൽ നിന്ന് ഒഴിവാക്കാനാ ഞാൻ നടക്കുന്നത്. അവൾ എന്ത് ടോർച്ചറിങ് ആണെന്നറിയോ? അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ സംശയം. അല്ലെങ്കിൽ മാളവിക ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സംശയമുള്ളവരുടെ കൂടെ എത്ര കാലം എന്ന് വെച്ചിട്ടാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? അത് സാറ് പറഞ്ഞത് ശരിയാ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവുന്നതാ നല്ലത്. മാളവികയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് പറഞ്ഞത്. ഞാനും മാളവികയും ഒരേ വേവ് ലെങ്ത് ആണെന്ന്. എനിക്കെന്തായാലും സാറിന് ഒരുപാട് ഇഷ്ടമായി. അല്ല, മാളവികയുടെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളാ? ഓ, അയാളെ പേടിക്കൊന്നും വേണ്ട. അയാൾ എന്നോടൊരു സ്നേഹമില്ലാത്ത കൂട്ടത്തിലാ. ആണോ? എന്നാ പിന്നെ കാര്യം എളുപ്പമായല്ലോ. നമുക്ക് രണ്ടുപേർക്കും ഇവരങ്ങ് തലയിൽ നിന്ന് ഒഴിവാക്കി പരസ്പരം ഒന്നിക്കാം. അതുകൊണ്ടാ സാറിന്റെ ഇഷ്ടം ജെനുവിനാണെന്ന് ഞാനും കരുതിയത്. എന്തായാലും മാഡം കാണാതെ പരമാവധി സാറ് നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മാളവികയെ. ശരി. മാളവികയുടെ കയ്യൊന്ന് തരുമോ? എന്തിനാ സർ? നേരത്തെ തന്ന പോലെ ഒരു കിസ് തരാനാ. ഇപ്പം നമ്മൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലല്ലോ, നമ്മൾ പ്രണയിക്കുന്നവരല്ലേ. നമുക്കിടയിൽ എന്തിനാ ഇനിയൊരു മതിൽ? അതങ്ങ് പൊളിച്ചുകളാ. കൈ ഇങ്ങ് തന്നെ. ഇതും പറഞ്ഞോണ്ട് അഭി ആ കൈയെടുത്ത് കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മാളവികയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ആകെ ഇറിറ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. പെട്ടെന്നാണ് ഡേവിഡ് അകത്തോട്ട് കയറി വരുന്നത്. കയറി വരുമ്പോ തന്നെ ഈ രംഗമാണ് കേട്ടോ ഡേവിഡ് കാണുന്നത്. അഭി സാറേ, പെട്ടെന്ന് തന്നെ അഭി പേടിക്കുന്നുണ്ട്. ഇയാളിപ്പോ ഇങ്ങോട്ടാരാ കിട്ടി എന്നളിച്ചത്? സാറിന്റെ കൈന്ന് വിട്. ഇതും പറഞ്ഞോണ്ട് കൈ പെട്ടെന്ന് തട്ടി മാറ്റാൻ കേട്ടോ. അഭി സാറേ, എന്താ ഇത് സാറേ? എന്താ? ഒന്നുമില്ല സാറേ. സാറിന്റെ ക്യാബിനിലോട്ട് ചെന്നാട്ടെ. അപ്പൊ അഭി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ യഥാർത്ഥ ക്യാബിൻ ഇപ്പൊ തൻ്റെതാടോ. തന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് വേണം എനിക്കവിടെ കയറിയിരിക്കാൻ. സാറേ, ഡേവിഡ് സാറേ, ഞാനിവിടെ വന്നത് വേറൊന്നിനുമല്ല. മാളവിക കുറച്ച് ഡിസൈൻസ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നോക്കാന്ന് കരുതി വന്നതാ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആ കൈ പിടിച്ചൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി സാറേ. എനിക്ക് മാളവികയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറിന്റെ ക്യാബിലോട്ട് പൊയ്ക്കോ. ശരി. അങ്ങനെ അബി ആണെന്നുണ്ടെങ്കിൽ നേരെ അബിയുടെ ക്യാബിനിലോട്ട് പോവാണ് കേട്ടോ. പിറുപിറുത്തോണ്ടാണ് അബി പോകുന്നത്. മാളവികയെ, എന്താ മാളവികയുടെ ഉദ്ദേശം?
എന്തുദ്ദേശം? സർ എന്തൊക്കെയാ പറയുന്നത്? ഞാനിങ്ങോട്ട് വരുമ്പോ കണ്ടതേ അഭിസാറ് മാളവികയുടെ കയ്യിൽ പിടിച്ച് ചുംബിക്കാൻ പോകുന്നതാ. എന്താ അതിന്റെ അർത്ഥം? സാറിനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സാറിന് അഭിസാറോട് എന്നെ ചോദിക്കായിരുന്നില്ലേ? അത് പിന്നെ എനിക്ക് അഭിസാറോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അതെന്താ സർ? സാറിന്റെ കീഴിലെ സ്റ്റാഫുകളല്ലേ അവരൊക്കെ. അപ്പൊ പിന്നെ സാറിന് എന്ത് കണ്ടാലും അവരോടത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? മാളവികെ, താൻ കൂടുതലൊന്നും ചോദിച്ച് ഓവർ സ്മാർട്ട് ആവണ്ട. ഞാൻ ചോദിച്ചത് നീയും അഭിസാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ. ഉള്ളത് പറയുവാണെങ്കിൽ എനിക്ക് അഭിസാറായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ സാറിന് എന്നോട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നാ തോന്നുന്നത്. സാറിന് എന്ത് ബന്ധമുണ്ടെന്ന്? എന്ന് വെച്ചാൽ സാറിന് ഓൾറെഡി ഒരു വൈഫുണ്ടല്ലോ. എന്നിട്ടും സാറ് എന്നെ വേറെ രീതിയിൽ കാണുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഛേ, അങ്ങനെയൊന്നും പറയാതെ. മാളവികയെ കണ്ടപ്പോൾ ചിലപ്പോൾ സാറിന് ഒരു ഇഷ്ടം തോന്നിക്കാണും എന്ന് കരുതി അത് തെറ്റായ രീതിയിലൂടെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഡേവിഡ് സാർ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? അഭിസാർ എന്നോട് പറഞ്ഞ കാര്യമോ പറഞ്ഞത്? അഭിസാറിന് എന്നെ ഇഷ്ടമാണ്. ശോ, എന്റെ ദൈവമേ, എന്തൊക്കെ ഈ അഭി ഉണ്ടാക്കി വെക്കുന്നത്? കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ടും ഇവിടുത്തെ വെറും തൊഴിലാളികളായ സ്റ്റാഫ് പെമ്പിള്ളയുടെ പിന്നാലെ നടക്കുക. സാറേ, മാളവികെ, എനിക്ക് മാളവികയുടെ എന്തായാലും ഒരു കാര്യം പറയാനുണ്ട്. അഭിസാറ് ചിലപ്പോൾ പ്രണയം കാണിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ മാളവിക ഒരിക്കലും തിരിച്ചങ്ങനെ കാണിക്കരുത്. മാളവിക ഒന്നുമില്ലെങ്കിലും മാരീഡ് അല്ലേ? ഞാനല്ലേ സാർ അങ്ങനെയൊന്നും കാണിക്കുന്നത്. അതിര് വിട്ട് കാണിക്കുന്നതൊക്കെ അഭിസാറാണ്. ഛേ, ഈ പെൺകുട്ടിയുടെ മുന്നിൽ നാണം കെടേണ്ടി വരുമല്ലോ. മാളവിക ഒരു കാര്യം ചെയ്യൂ. ഡിസൈൻസ് ഒക്കെ ഓൾറെഡി വരച്ച് തന്നതല്ലേ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കോളൂ. ഞാൻ വിളിക്കുമ്പോൾ അല്ലാതെ ഓഫീസിലോട്ട് വരണ്ട. ശരി സാർ. അങ്ങനെ മാളവികയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡേവിഡ് നാഗേന്ദ്രനുള്ള വീട്ടിലെത്തുന്നതാണ്. കാറിൽ നിന്ന് ഇറങ്ങി നേരെ ആ വീടിന്റെ മുന്നിലോട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കാണ്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ചേച്ചി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ഡേവിഡ് സാറിനെ കണ്ടപ്പോൾ തന്നെ ആ ചേച്ചിക്ക് മനസ്സിലാവാൻ കേട്ടോ. ഡേവിഡ് സാറോ? സാറെവിടെ? സാർ അകത്തോട്ട്, ഞാൻ വിളിക്കാം. ഡേവിഡ് സാർ അകത്തോട്ട് ഇരിക്കി. ശരി. അങ്ങനെ ഡേവിഡ് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ട് നാഗേന്ദ്രൻ വരുന്നത്. ഹെഡോ ഡേവിഡേ, തന്നെ ഞാനൊന്ന് ഇങ്ങോട്ട് വിളിപ്പിക്കാനിരിക്കുമായിരുന്നു. അപ്പോഴല്ലേ താൻ എന്നെ തേടി ഇങ്ങോട്ടെത്തിയത്? എന്തിനാ സാറേ? വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പുതിയ മാനേജറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ മാനേജറുടെ നീക്കുപോക്കുകൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഡേവിഡിനെ വിളിപ്പിക്കാൻ നിന്നത്. ആഹാ, ഇതിപ്പോ എളുപ്പമായല്ലോ. ഞാൻ പറയാൻ വന്നതും സാർ അന്വേഷിക്കാനിരുന്നതും ഒരേ കാര്യം തന്നെയാ. എന്താടോ, അബിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ? അത് പിന്നെ പല തവണകളായിട്ട് ഞാൻ ഇത് സാറിനോട് പറയേണ്ടെന്ന് കരുതിയതാ. പക്ഷേ ഇനിയും സാറിനോടത് പറയാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്ന നാശനഷ്ടങ്ങൾക്ക് ഞാൻ തന്നെ സാറിനോട് മറുപടി പറയേണ്ടി വരും. എന്താടോ, താൻ കാര്യം തെളിയിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അബി അവിടെ എന്തെങ്കിലും നഷ്ടം വരുത്തിയോ? സാറേ, ഞാനതെങ്ങനെയാ സാറോട് പറയാ? എന്ത് പറ്റിയടോ? അബിയുടെ എല്ലാ കാര്യത്തിന്റെയും മേൽനോട്ടം തന്നിലുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്താ സംഭവിച്ചത്? സാറേ, സത്യം പറയാലോ, അഭിസാറെ അവിടെ മാനേജറായി അപ്പോയിന്റ് ചെയ്തപ്പോൾ തന്നെ അഭിസാറിന്റെ നീക്കുപോക്കുകളൊക്കെ ഞാൻ സാറിനെ വിളിച്ചറിയിച്ചതാ. പക്ഷേ ഈയിടെയായിട്ട് സാറ് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. എടോ, താൻ തലയും വാലും ടച്ച് ചെയ്യാതെ പറഞ്ഞിട്ട് എന്താടോ കാര്യം? കാര്യം പറ. സാറേ, വേറൊന്നുമല്ല. അഭിസാറ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമാവും. ഇന്ന് തന്നെ ഞാൻ മാളവികയുടെ ക്യാബിലോട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി കയറിയതാ. ആ സമയത്ത് അഭിസാർ അവിടെ ഉണ്ടായിരുന്നു. അതിനെന്താ? മിക്ക സമയത്തും മാളവികയുടെ റൂമിൽ തന്നെയാണ് ഞാൻ അഭിസാറെ കാണുന്നത്. അഭിസാറിന് ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ അഭിസാർ ഇരിക്കാറ് പോലുമില്ല. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അത് മാത്രമല്ല സാറേ, ഇന്ന് ഞാൻ ആ ക്യാബിനകത്തോട്ട് കയറുന്ന സമയത്ത് എന്താടോ? എന്താന്ന് വെച്ചാൽ പറ. എങ്ങനെയാ സാറേ ഞാനത് പറയാ? എടോ, എന്തുണ്ടെങ്കിലും തുറന്ന് പറയേ. എനിക്ക് കാര്യങ്ങൾ അറിയണ്ടേ? എൻ്റെ മകനല്ലേ അത്. അത് പിന്നെ അഭിസാറ് മാളവികയുടെ കൈ പിടിച്ച് ചുംബിക്കാൻ നിൽക്കുന്നതാ കണ്ടത്. ഛേ, ഇവനെന്താ ഇങ്ങനെ? ഇവനോട് ഞാൻ പറഞ്ഞതാ ആ പെണ്ണിനെ പ്രണയിക്കരുതെന്ന്. ആ പെണ്ണിനൊരു ഭർത്താവുള്ളതാ. അതൊക്കെ അഭിസാറിന് അറിയാം സാറേ. എടോ, താൻ ഇതിനു മുമ്പ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിച്ചില്ല? അത് പിന്നെ സാറിന്റെ മകന്റെ കാര്യമല്ലേ. എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്ന് പരാതി പറയാൻ ഒക്കുവോ? എടോ, എൻ്റെ മകന്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ചയുണ്ടെങ്കിലും അതൊരു ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും എന്നെ അറിയിച്ചിരിക്കണം. എന്നെ അറിയിക്കുക സാർ. അറിയിക്കാന്ന് പറഞ്ഞാൽ പോരാ, അറിയിച്ചിരിക്കണം. അറിയിച്ചിരിക്കും. എടോ, ഇനി താനൊരു കാര്യം ചെയ്യ്. ഇനി എന്ത് നമ്മുടെ ഓഫീസിൽ നടക്കണമെന്നുണ്ടെങ്കിലും അത് തൻ്റെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കണം. അതിനുള്ള അധികാരം ഒരിക്കലും അബിക്ക് കൊടുക്കരുത്. അയ്യോ സർ, ഞാനതെങ്ങനെയാ? അവനല്ല ഈ ജ്വല്ലറിയുടെ ഓണർ, ഞാനാണ്. ഞാൻ പറയുന്നതായിരിക്കണം താൻ കേൾക്കേണ്ടത്. കാര്യം എൻ്റെ മകനൊക്കെ തന്നെയാ എന്ന് കരുതിയിട്ടേ കമ്പനിയെ നശിപ്പിക്കുന്ന രീതിയിൽ അവൻ വല്ലതും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൻ മകനാണെന്നൊന്നും നോക്കില്ല. ശരി സാർ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ശരി,
ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയാണ്. മാളവിക ഇപ്പോൾ ആദർശിന്റെയും നയനയുടെയും വീട്ടിലാണ്. സർ, ആ അബിയുടെ പല നേരത്തുള്ള മോശമായി പെരുമാറ്റം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോവാ. സത്യം പറയാലോ സാറേ, എന്റെ കൈ വീശി ആ അബിയുടെ കരടത്തൊരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നിയത്. അപ്പൊ നയന പറയുന്നുണ്ട്, അതൊക്കെ അവൻ ആ സ്പോട്ടിൽ തന്നെ അർഹിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയും കുഞ്ഞും നിലവിലുണ്ട്. ഒരു പെണ്ണിനെ ചതിച്ച് ആ അവസ്ഥയിലാക്കി. അതിലും ഒരു കുഞ്ഞുണ്ട്. എന്നിട്ടവൻ വേറൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുവാ. ആദർശേട്ടാ, അവന് ശരിക്കും ചെരിപ്പൂരി തല്ലുക വേണ്ടത്. എന്ത് ചെയ്യാനാ നയനെ, നമുക്കിപ്പോൾ അവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അവസരം വരും. ആ സമയത്ത് മാളവിക തന്നെ അത് കൈകാര്യം ചെയ്തോളും. സർ, ഞാനല്ല അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, മറിച്ച് എൻ്റെ ഹസ്ബൻഡാ. ഇനി ഒരിക്കലും ഒരു പെണ്ണിനോടും അവൻ ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. അതിനവന്റെ സൗന്ദര്യം ഉണ്ടായിരിക്കരുത്. ആസിഡ് ഒഴിക്കാൻ വേണ്ടി അവന്റെ മുഖത്തേക്ക്. സത്യം പറയല്ലോ സർ, എനിക്ക് സത്യാവസ്ഥയൊക്കെ അറിയുന്നത് കൊണ്ടാ ഞാൻ അവന്റെ വലയിൽ വീഴാതിരുന്നത്. പക്ഷെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഏതൊരു പെണ്ണായാലും വീണു പോവും. അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉണ്ട് ആ കോഴിക്ക്. ഓരോ നിമിഷവും അവൻ എനിക്ക് തരുന്ന വാഗ്ദാനങ്ങൾ അത് ചതിയാണെന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് സത്യത്തിൽ എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ടല്ലേ സാർ. അല്ലെങ്കിൽ അവന്റെ വലയിൽ ഏത് പെണ്ണായാലും വീണു പോവും. അതിപ്പോ കെട്ടിയ പെണ്ണാണെങ്കിൽ പോലും. മാളവികെ, എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം. അവനെ ഒരു കാണ്ടാമൃഗമാ. പെണ്ണാണ് അവന്റെ ലഹരി. പെണ്ണിനെ കണ്ട അവൻ ചുറ്റിലുള്ളതെല്ലാം മറക്കും. അങ്ങനെ ഒരു വികൃതമായ മനസ്സിലുടമയവൻ. അതെനിക്കറിയാം സർ. ഞാനിപ്പോൾ അബിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ സമയത്താണ് മാളവികയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഒരു മിനിറ്റ് സർ. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അബിയാണ് കേട്ടോ. ആ സർ, അബിയാണ്. അപ്പോൾ നയനയും ആദർശ് പറയുന്നുണ്ട്, മാളവിക ആ ഫോൺ എടുക്ക്, സംസാരിക്ക്. അങ്ങനെ മാളവിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ മാളവിക, നീ ഇപ്പം എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് സർ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ, നമുക്കൊരു ഡേറ്റിങ്ങിന് പോയാലോ? അത് പിന്നെ സർ, അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ചെല്ലാന്ന് പറ. അത് വേണോ സർ? വേണം. എവിടേക്കാ വരേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. ഞാൻ മാളവികയെ പിക്ക് ചെയ്യാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട. അബിസാർ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓ അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, മാളവിക അങ്ങോട്ട് വന്നാൽ മതി. ശരി സാർ. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാളവികെ, ഞാൻ അവൻ്റെ കൂടെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് മറ്റൊന്നിനുമല്ല. അവനെ നിനക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് അവനോട് ചോദിക്കാനുള്ളതൊക്കെ നീ ചുഴന്ന് ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടാതിരിക്കില്ല. എനിക്ക് മനസ്സിലായി സാർ. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് റൂമിലോട്ട് എത്തട്ടെ. എന്നാൽ പിന്നെ ഇറങ്ങിക്കോ. മാഡം, എന്നാൽ ശരി. മാളവികെ, നീയൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങോട്ട് വരുന്നതൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ മുഖം മറിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കില്ല. എന്നാലും ആ കോൺഫിഡൻസ് മാത്രം ഉണ്ടായാൽ പോരാ, ചുറ്റിലൊരു കണ്ണ് വേണം. ശരി മാഡം. സർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ അവരോട് യാത്രയും പറഞ്ഞ് മാളവിക അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്ക് പേടി തോന്നുന്നു. എന്തിനാ നയനെ? അത് മറ്റൊന്നിനുമല്ല. ആ അബിയുടെ കാണ്ടാമൃഗത്തിൻ്റെ സ്വഭാവം മാളവികയിൽ എടുക്കുമെന്ന് എനിക്കൊരു പേടി. ഇതൊക്കെ നോക്കിയും കണ്ടും തന്നെയാ ഞാൻ മാളവികയെ തന്നെ ഈ ജോലിക്ക് സെലക്ട് ചെയ്തത്. നിനക്ക് മാളവികയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാഞ്ഞിട്ടാ. മാളവിക ബ്ലാക്ക് ബെൽറ്റാ. അവന്റെ അഭ്യാസങ്ങളൊന്നും മാളവികയുടെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് അക്കാര്യം ആലോചിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നയനക്കൊന്ന് ആശ്വാസമാകുന്നത്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മാളവികയും അബിയാണ്. സർ, എന്തിനെ വിളിപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഡേറ്റിങ്. മാളവികയുടെ ഹസ്ബൻഡ് വിദേശത്തല്ലേ? അതെ. അതുകൊണ്ട് അയാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, പുള്ളിക്കാരന് ഗൾഫിലെന്താ ജോലി? ഗൾഫിലെന്താ ജോലിയെന്ന്? പോലീസാടാ. പോലീസുകാരനാണെന്ന് പറഞ്ഞാ ഇപ്പം നീ എന്നെ ഇട്ടിട്ട് പോകുന്ന എനിക്കറിയാടാ, മനസാക്ഷി ഇല്ലാത്തവനെ. അതുകൊണ്ട് ഇപ്പം നിന്നെ വിട്ടുകളയാൻ എനിക്ക് ഉദ്ദേശമില്ല. മാളവിക എന്താ ആലോചിക്കുന്നത്? എന്താ ജോലിയെന്ന് പറഞ്ഞില്ല? അയാൾക്ക് അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. ഓ, അപ്പം വലിയ ശമ്പളമൊന്നും ഉണ്ടായിരിക്കില്ല. കോടീശ്വരനൊന്നും ആയിരിക്കില്ല അല്ലേ? കോടീശ്വരനോ? എൻ്റെ വീട്ടുകാർ തന്ന കാശുണ്ടാ അയാൾ തിന്നും കുടിച്ച് ജീവിക്കുന്നത്. അങ്ങനെ പറയുന്നതാ ശരി. ആ സമയത്ത് മാളവിക മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ഷോ, ഞാൻ എന്തൊക്കെയാ അവനെക്കുറിച്ച് പറയുന്നത്? എന്നാലും ഈ നാണം കെട്ടവൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. മാളവിക എന്താ ഇങ്ങനെ കൂടെ കൂടെ ആലോചിക്കുന്നത്? ഒന്നുമില്ല അബിസാറേ, ഞാനൊന്നും ആലോചിച്ചില്ലല്ലോ. ഈ അബിസാറ നിലവിളി ഒഴിവാക്കാൻ എത്ര തവണ ഞാൻ പറഞ്ഞതാ. ദേ, ഇപ്പം നമ്മളെ ഡേറ്റിങ്ങിലാ. അബിസാറെന്ന് വിളിക്കാതെ അബിയെന്നോ ചേട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കേ. ഈ ചേട്ടാന്ന് വിളിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്നെ അബിയെന്ന് വിളിച്ചാൽ മതി. സ്നേഹത്തോടെ അബി എന്നൊന്ന് മാളവിക വിളിച്ചേ. അത് വേണ്ട അബിസാറേ. ദേ, വീണ്ടും അബിസാറ്. ദേ, ഇങ്ങനെയാണെങ്കിൽ ഡേറ്റിങ് നടക്കത്തില്ല കേട്ടോ. നീ പറ, അബി എന്നൊന്ന് വിളിക്കേ.
അത് വിളിക്കുന്നേ അബി. ഹോ, അത് കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. ഇനി എൻ്റെ ചക്കര അബി എന്ന് വിളിച്ചാൽ മതി. സാറേ, ഇങ്ങനെ പിടിക്കല്ലേ സാറേ. ദേ വീണ്ടും സാറ്. സാറേ, അങ്ങനെ വന്നു പോകുന്നതാ. ഞാനത് മാറ്റിയെടുക്കാൻ നോക്കാം. എന്നാ ശരി. അല്ല, നമ്മളിപ്പോൾ ഡേറ്റിങ്ങിന് വന്നതാണല്ലോ, അപ്പം പിന്നെ തൊട്ടാലെന്താ കുഴപ്പം? ഇപ്പോഴതൊന്നും വേണ്ട സാറേ. സാറിനെ കുറിച്ച് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടാ മാളവി ഇപ്പം ഇങ്ങനെ തെറ്റായി ചിന്തിക്കുന്നത്. ദേ അങ്ങോട്ടിരിക്കാം. ഇതും പറഞ്ഞ് അവരൊരു ടേബിളിനരികിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഒരു വെയിറ്റർ വരുന്നുണ്ട്. സർ, എന്താ വേണ്ടത്? എനിക്കൊരു ക്യാപ്പിച്ചിനോ. മാളവികയ്ക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട സാർ. അത് പറഞ്ഞാൽ പറ്റത്തില്ല. ഈ ഹോട്ടലിലെ ഏറ്റവും വില കൂടിയ സംഭവം തന്നെ ഞാൻ മാളവികയ്ക്ക് വാങ്ങിച്ചു തരും. എടോ, അങ്ങനെയുള്ള എന്താ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? സ്പാനിഷ് കേക്കാ സാർ, പിന്നെ ഒരു സ്പാനിഷ് കോഫിയും. ഓക്കെ, എന്നാൽ അത് തന്നെ എടുത്തോ. അയ്യോ, അതൊന്നും വേണ്ട സാറേ. അതൊക്കെ വേണം. താൻ അത് പോയി എടുത്തിട്ട് വാടോ. മാളുവിൻ്റെ കൈയൊന്ന് തരുമോ? ഞാൻ പറഞ്ഞില്ലേ സാറേ, തൊട്ടുള്ള കളികളൊന്നും വേണ്ട. സാറിനെ കുറിച്ചൊന്നും മനസ്സിലാക്കട്ടെ. ഇനി എന്ത് മനസ്സിലാക്കാനാ? എന്നെ നിരന്തരം കാണുന്നില്ലേ മാളു? സാർ, എന്നെ മാളു എന്ന് വിളിക്കുന്നേക്കാളും എനിക്കിഷ്ടം മാളവിക എന്നാ. എനിക്കിഷ്ടം മാളൂന്നാ. ഇനി ഞാൻ എന്തായാലും മാളൂന്നേ വിളിക്കൂ. എന്തെങ്കിലും വിളിക്കടാ, നാണം കെട്ടവനെ. മാളു എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. മാളുവിന് എന്നോടൊന്ന് ചോദിക്കാനില്ലേ? ഉണ്ട്, ചോദിക്കാനുണ്ട്. അനന്തപുരിയിൽ നിന്ന് അഭിസാറിനെ ഇറക്കി വിട്ടതാണല്ലേ? അതൊക്കെ മാളുവിന് അറിയാലോ. ഇനിയിപ്പോ അനന്തപുരിയിലെ സ്വത്തുക്കളൊന്നും അഭിസാറിന് അവകാശപ്പെട്ടതായിരിക്കില്ലല്ലേ? ആര് പറഞ്ഞല്ലെന്ന്? എൻ്റെ അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണത്. അതിൽ നിന്നൊരു പങ്ക് എനിക്കെന്തായാലും കിട്ടാതിരിക്കില്ല. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. അതിനേക്കാൾ വലിയ ആസ്തി എൻ്റെ അടുത്തുണ്ട്. എനിക്കറിയാടാ, നിന്റെ തന്തയല്ലേ ഏഞ്ചലറിയുടെ തലപ്പത്ത്. മാളു, ആ കയ്യൊന്ന് താ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഒരു മിനിറ്റേ. അച്ഛനാണല്ലോ. അച്ഛനിപ്പോൾ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? എന്തോ കാര്യം ഉണ്ടായിരിക്കും. കാര്യമില്ലാതെ അച്ഛൻ വിളിക്കാറില്ല. മാളു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. എനിക്കൊരു അർജൻറ്റ് കോളുണ്ട്. ശരി. അങ്ങനെ അബി അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ഒരു സൈഡിലോട്ട് മാറി നിൽക്കാൻ കേട്ടോ. ഇവൻ്റെ ഫോണിലോട്ട് ആരായിരിക്കും വിളിച്ചത്? എന്തായാലും അവൻ്റെ അച്ഛനാവാനാ സാധ്യത. അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ സംസാരിക്കാലോ. അബി അങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കാൻ വേണ്ടി. എന്നാൽ മാളവികയാണെങ്കിൽ അബി കാണാതെ തൊട്ട് പിന്നാലെ തന്നെ വന്ന് നിൽക്കാണ്. ചെറിയ തോതിൽ അബി പറയുന്നതൊക്കെ കേൾക്കാട്ടോ. ഹലോ അച്ഛാ. അച്ഛൻ. അബി വിളിക്കുന്നത് അബിയുടെ അച്ഛൻ തന്നെയാന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ എന്നെ കാണും. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക നേരെ പോയി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അബി സംസാരിക്കാണ്. അച്ഛാ, ഇപ്പോഴോ? അതെ, നിന്നെ എനിക്ക് കണ്ടേ പറ്റൂ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്തണം. പക്ഷേ അച്ഛാ, ഞാൻ അർജൻറ്റായിട്ട് ഒരാളെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ആരെ കാണാൻ? അത് പിന്നെ അച്ഛാ, ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ. ക്ലയൻറ്റുമായിട്ട് നിനക്ക് ഡേറ്റിംഗ് ആണോ? അച്ഛനിതെങ്ങനെ അറിഞ്ഞു? നീ എന്താ അബി, എന്നെ മണ്ടനാക്കാൻ നോക്കുവാണോ? ഞാൻ നിന്നോട് പല തവണ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാ. എന്തായാലും ഞാൻ കൂടുതൽ ഫോണിലൂടെ സംസാരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. അച്ഛാ, ഞാൻ വൈകിട്ടൊന്നും വന്നാൽ പോരാ, ഇപ്പം തന്നെ വരണം. ഇപ്പം വരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വരണം. ശരി അച്ഛാ, ഞാൻ അങ്ങോട്ട് വരാം. അച്ഛനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു മയമില്ലേ? ഈ കണ്ട സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അബി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഞാനാണെങ്കിൽ മാളവികയെ വിളിച്ചു വരുത്തി. ഇനി ഞാൻ എന്താ പറയാ? മാളവികെ. അബി, പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ? ആരാ വിളിച്ചത്? അത് പിന്നെ എൻ്റെ ഒരു ക്ലൈൻറ്റാ. അത് ശരി. ഞാൻ കരുതി നവ്യ മേഡം ആയിരിക്കുമെന്ന്. അവളൊന്നുമല്ല. പിന്നെ എനിക്ക് ആ ക്ലൈൻറ്റിനെ അർജൻറ്റായിട്ടൊന്ന് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. മാളവികയെ വിളിച്ചു വരുത്തി തിരികെ വിടാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എനിക്ക് അവിടെ പോയേ പറ്റൂ. പോയില്ലെങ്കിൽ അത് പ്രശ്നമാവും. ഇവൻ്റെ തന്തയല്ലേ ഡേറ്റിങ്ങിന് വന്നത് അറിഞ്ഞു കാണും. വിളിച്ച് വരാൻ പറഞ്ഞ് വിരട്ടി കാണും. എന്താ മാളവിക ആലോചിക്കുന്നേ? ഒന്നുമില്ല സാറേ. സാറേ എന്തായാലും ക്ലയൻറ്റിനെ കാണാൻ പോയിക്കോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ പിന്നൊരു ദിവസം പറ, നമുക്ക് അന്ന് മീറ്റ് ചെയ്യാം. ശരി മാളവികെ. ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യണോ? അത് വേണ്ട, ഞാൻ പോയിക്കോളാം. ശരി. അങ്ങനെ അബിയാണെങ്കിൽ വെത്തപ്പാടിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ മാളവിക ആദർശിന് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ സർ. മാളവികെ, എന്തായി? അവനെ കണ്ടോ? കണ്ടു സർ. അല്ല, അവനിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? നാഗേന്ദ്രൻ എവിടെയാണെന്നുള്ള? അതൊന്നും അറിഞ്ഞിട്ടില്ല സർ. പക്ഷെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അബിയുടെ ഫോണിലോട്ട് ഇപ്പം നാഗേന്ദ്രൻ വിളിച്ചിരുന്നു. ആണോ? എന്നിട്ട്? അച്ഛാന്നൊക്കെ വിളിച്ചാൽ സംസാരിച്ചത്. അവനിപ്പോൾ എന്തായാലും നാഗേന്ദ്രനെ കാണാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. അതെനിക്ക് 100% ഉറപ്പാ. അല്ലെങ്കിൽ ഡേറ്റിംഗ് വരെ വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ഒരിക്കലും പോവില്ല. അതെ,
അങ്ങനെ ഒരിക്കലും അവൻ നിന്നെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ ഒരു വഴിയുമില്ല. പെണ്ണെന്ന് വെച്ചാൽ അവന് പ്രാന്ത. അക്കാര്യത്തിൽ അവൻ മറ്റാരും പറയുന്നത് കേൾക്കില്ല. അപ്പം അവൻ്റെ അച്ഛൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. മാളവികെ, നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിടാതെ ഫോളോ ചെയ്യ്. അത് തന്നെ സാറേ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അബിയുടെ പിന്നാലെ ചെന്നാൽ അബി എങ്ങോട്ടാണ് എത്തിപ്പെടുന്നതെന്ന് അറിയാൻ പറ്റും. ശരി, നീ എന്തായാലും വിട്ടോ. ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്താൽ മതി. ഞാൻ നിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ശരി സാർ. അങ്ങനെ മാളവികയാണെന്നുണ്ടെങ്കിൽ അബിയുടെ പിന്നാലെ തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. മാളവിക കാറാണ് കേട്ടോ ഓടിക്കുന്നത്. അങ്ങനെ അബിയെ പിന്തുടർന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നാഗേന്ദ്രനെയും അവന്തികയാണ്. എന്താ മോളെ അവൻ ഇങ്ങനെ? ഒരു പെണ്ണിനെ കണ്ടെന്നും കരുതിയിട്ട് നമ്മുടെ കൈവെള്ളയിലുള്ളതൊക്കെ തട്ടി തെറിപ്പിക്കാവോ? എനിക്കറിയില്ല അച്ഛാ. കുറച്ച് തൊലിവെളുപ്പും കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കണ്ടാലേ അബിയേട്ടൻ ഇങ്ങനെ തന്നെയാ. എന്നാലും അവൻ്റെ ഈ സ്വഭാവം മാറ്റിയെടുത്തല്ലേ പറ്റൂ മോളെ. മാറ്റിയെടുക്ക കഴിയുന്ന പരമാവധിയെ. അമ്മാവന്മാരും മുത്തശ്ശനൊക്കെ നോക്കിയതാ, എന്നിട്ട് നടക്കാത്തതാ നമ്മൾ നോക്കിയാൽ നടക്കുന്നത്. അച്ഛാ, ആ കാര്യം വിടുന്നതാ നല്ലത്. അങ്ങനെ അവരെ നോക്കിയാൽ നടക്കാത്തത് ഞാൻ നോക്കിയാൽ നടക്കില്ലെന്നുണ്ടോ മോളെ? അങ്ങനെയല്ല അച്ഛാ ഞാൻ പറഞ്ഞത്. പക്ഷേ അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതെനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കാലടി മുന്നോട്ട് വെക്കുന്നത്. അവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവനിങ്ങോട്ട് എത്തട്ടെ. അങ്ങനെ മാളവികയാണെങ്കിൽ പോയി ഒരു വീടിന് മുന്നിൽ സ്റ്റോപ്പ് ആവാൻ കേട്ടോ. അബി ഒരു വീടിന് മുന്നിൽ നിർത്തിയേക്കാണ്. ഓഹോ, അത് ശരി. അപ്പം ഇയാളിപ്പോൾ ഫ്ലാറ്റിലല്ല താമസിക്കുന്നത്, വീട്ടിലാണ്. അപ്പം പിന്നെ റൂം അന്വേഷിച്ച് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. നേരെ വീട്ടിലോട്ട് അങ്ങ് ചെന്നാൽ മതി. പെട്ടെന്ന് തന്നെ മാളവിക ഫോൺ എടുത്ത് ആദർശിന് ഫോൺ ചെയ്യാണ്. ഹലോ മാളവികെ. സർ, ഞാനിപ്പോൾ ഒരു വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അബിയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് കാറ് കയറ്റിയത്. എനിക്ക് തോന്നുന്നു ആ വീട്ടിനകത്ത് ഈ പറഞ്ഞ നാഗേന്ദ്രൻ ഉണ്ടെന്ന്. എന്തായാലും ആ വീട് മിസ്സാക്കല്ലേ. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ശരി സാറേ. നയനെ, ആദർശേട്ടാ, അയാൾ ആ വീട്ടിൽ തന്നെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാനും കൂടി ഒന്ന് ചെല്ലട്ടെ. ആദർശേട്ടാ, ഒന്ന് സൂക്ഷിക്കണേ. അയാളെ പ്രൊട്ടക്ഷൻ അയാൾ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാം നയനെ. നീ ഇപ്പം അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം, സമയമില്ല. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ കാറെടുത്ത് പുറപ്പെടാൻ കേട്ടോ. ആ സമയത്ത് നയനയുടെ ഉള്ളിൽ നല്ല പേടി തോന്നാണ്. നയനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിന് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ മോളെ. മുത്തശ്ശ. എന്താ മോളെ, എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമല്ല മുത്തശ്ശ, ഒരു കാര്യം പറയാൻ വിളിച്ചതാ. എന്തു പറ്റി മോളെ? മോൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എനിക്കൊരു അസ്വസ്ഥതയില്ല. പിന്നെ എന്തിനാ മോൾ വിളിച്ചത്? മുത്തശ്ശ, ആ നാഗേന്ദ്രൻ നിൽക്കുന്ന വീട് കണ്ടെത്തിയിട്ടുണ്ട്. ആണോ? എവിടെയാ? അങ്ങനെ സ്ഥലമൊക്കെ മുത്തശ്ശിന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. മുത്തശ്ശ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ മോളെ പേടിക്കുന്നത്? ആദർശേട്ടനെ അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന്. അയാളുടെ പ്രൊട്ടക്ഷന് അയാൾ ആരെങ്കിലുമൊക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കും. ആദർശേട്ടൻ ഒറ്റയ്ക്കാണ് പോയത്. മോള് വിഷമിക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തോട്ടെത്താം. എനിക്കും കാണണം ആ നാണം കെട്ടവനെ. മോള് ഫോൺ വെക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശരി മുത്തശ്ശ. അങ്ങനെ നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശനിങ്ങനെ ദേഷ്യം പകച്ചു വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി വയ്ക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി? നയനമോൾ എന്താ പറഞ്ഞത്? ഇദ്ദേഹം എന്താ ഒന്നും പറയാത്തത്? ആ നാഗേന്ദ്രനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അവൻ്റെ താവളം. ആണോ? അവൻ അടങ്ങിയിരിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലല്ലേ? ഇല്ലാഞ്ഞിട്ടാണല്ലോ അവൻ വീണ്ടും ഉയിരോട് എഴുന്നേറ്റ് വന്നത്. ഇനി അവൻ ഉയർത്തെഴുന്നേക്കാൻ ഉயிருണ്ടാവില്ല. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് രണ്ട് കൈയും കയറ്റി പിടിച്ചോണ്ട് നേരെ ജലജയുടെ മുറിയിലോട്ടാണ് പോകുന്നത് മുത്തശ്ശൻ. ജലജയാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മൂളിപ്പാട്ടും പാടി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൂർത്തി മുത്തശ്ശൻ നേരെ മുറിയിലോട്ട് കയറി ചെന്ന് ജലജയുടെ കയ്യിൽ പിടിച്ചിട്ട് വാടി ഇവിടെയെന്നും പറഞ്ഞ് വലിച്ചു പിടിച്ചോണ്ട് പോവാണ്. അയ്യോ, എന്താ അച്ഛാ, എന്റെ കൈ വേദനിക്കുന്നു. അച്ഛൻ എങ്ങോട്ടാ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നേ? ഇത് കണ്ട അജയനും ജയനും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അച്ഛാ, എന്താ അച്ഛാ? ചോദ്യങ്ങൾ വേണ്ട. എന്നെ ആരും തടുക്കാനും വരണ്ട. വാടി ഇവിടെ. ഇതും പറഞ്ഞോണ്ട് ജലജയുടെ നിലവിളിയൊന്നും കാര്യമാക്കാതെ ജലജയെ നേരെ ചെന്ന് കാറിലോട്ടിടാണ്. അച്ഛാ, അച്ഛൻ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്ന് അറിഞ്ഞാലേ നീ എൻ്റെ കൂടെ വരത്തുള്ളൂ. അതല്ല അച്ഛാ. മിണ്ടരുത്. അവിടെ എത്തും പറഞ്ഞാൽ മതി. അങ്ങനെ ജലജയാണെങ്കിൽ മുത്തശ്ശൻ മിണ്ടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശാണെങ്കിൽ മാളവിക അയച്ച ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മാളവികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ആദർശ്. ഹലോ സർ, ഞാനിപ്പോൾ നീ അയച്ച ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് മാളവികെ. നീ എവിടെയാണ് നിൽക്കുന്നത്? സർ, ഇവിടെ ഒരു ഗ്രീൻ പെയിൻ്റ് അടിച്ച വീട് കണ്ടോ? മുന്നിലൊരു ബ്ലാക്ക് ഗേറ്റ്. കണ്ടു. ആ വീടാണ് സാർ. ഒന്നും നോക്കണ്ട, സാർ അകത്തോട്ട് കയറി ചെന്നു. അവിടെ ആ നാഗേന്ദ്രനുണ്ട്. ശരി മാളവികെ. അങ്ങനെ ആദർശ് നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ വീട്ടിലോട്ട് ചെല്ലാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ.
പെട്ടെന്ന് ആ ചേച്ചി പോയിട്ട് ഡോർ ഓപ്പൺ ആക്കുന്നുണ്ട്. പരിചയമില്ലാത്ത മുഖം കണ്ടപ്പോൾ തന്നെ ആ ചേച്ചിയുടെ കയ്യിലിരുന്ന റിമോട്ട് ആദർശി ശ്രദ്ധിക്കുന്നുണ്ട്. ആ റിമോട്ടിൽ റെഡ് ബട്ടൺ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചെറിയ അലാറം പോലെ ആ റൂമിൽ മുഴുകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ മോനെ മോളെ, അവിടെ ആരോ വന്നിട്ടുണ്ട്, പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും എവിടേക്കെങ്കിലും ഒളിക്ക്. ആ അബി പറയുന്നുണ്ട്, അയ്യോ ഇവിടെ ഒളിക്കാനച്ചാ, എടാ ഇപ്പം സമയമില്ല, എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഒളിച്ച് നിൽക്ക്. അപ്പം അവന്തിക പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പേടിയാവുന്നു, ചിലപ്പോൾ അനന്തപുരിക്കാർ വല്ലതും ആയിരിക്കുമോ? ഒന്നും അറിയില്ല മോളെ, എന്നെ കണ്ടാലേ നിങ്ങളെ കാണരുത്. അച്ഛാ എനിക്ക് പേടിയാവുന്നു, ചിലപ്പോൾ ആ നന്ദോ പോലീസുകാരോ മറ്റോ ആയിരിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, പെട്ടെന്ന് പോയി ഒളിക്ക്. മോളിങ്ങോട്ട് വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് മോളൊരു ഭാഗത്ത് ഒളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അഭിയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പോയി ഒളിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ആദർശ് ആ ചേച്ചിയോട് പറയുന്നത്, അതെ എനിക്ക് ഈ ഭാഗത്തോട്ട് കയറിയേ പറ്റൂ, അവിടെയുള്ള ആളൊന്ന് കാണണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒരാളുടെ പെർമിഷൻ ഇല്ലാതെയാണോ അയാളുടെ വീട്ടിലോട്ട് കയറേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്, ആളെ കാണാൻ വേണ്ടി വന്നതാ. അയാൾ വിളിച്ചിട്ടാ വന്നത്. വിളിച്ചിട്ടോ? അതെ, നാഗേന്ദ്രൻ സാറല്ലേ അകത്തുള്ളത്, സാറ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ പിന്നെ സാറിനോടൊന്ന് ചോദിക്കട്ടെ? അത് ശരി, എനിക്കൊട്ടും സമയമില്ല, നിങ്ങൾ ചോദിക്കാനാവാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പോകേണ്ടി വരും. പിന്നെ നാഗേന്ദ്രൻ്റെ വായിലിരിക്കുന്നത് നിങ്ങളും കൂടി കേൾക്കേണ്ടി വരും. അയ്യോ, ഇനി സാറിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കോ? എന്തായാലും കയറ്റി വിടാം, സാറ് മുകളിലുണ്ട്. ശരി. അങ്ങനെ ആദർശ് നേരെ മുകളിലോട്ടാണ് കേട്ടോ പോകുന്നത്. മുകളിലോട്ട് ചെന്ന പാടത്തന്നെ നാഗേന്ദ്രൻ ആദർശിനെ കാണാൻ കേട്ടോ. അയ്യോ ഇവനെന്താ ഇവിടെ? ഈശ്വര, ചതിച്ചല്ലോ. ഇതും പറഞ്ഞ് ഒരു ഡോറിൻ്റെ സൈഡിലോട്ട് മാറി നിൽക്കാനിട്ടോ നാഗേന്ദ്രൻ. എടാ നാഗേന്ദ്ര, നീ എവിടെയാടോ? പിന്നിൽ നിന്ന് കുത്താൻ ആർക്കും പറ്റും. നിന്റെ താവളം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നേർക്ക് നേരെ നിന്ന് കളിക്ക്, അല്ലാതെ നട്ടലില്ലാത്ത മനുഷ്യരെ പോലെ പിന്നിൽ നിന്ന് കൊത്തുവല്ലേ വേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് നാഗേന്ദ്രന് ദേഷ്യം വരുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് നിന്നും മാളവിക ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നട്ടലില്ലാത്തത് തനിക്കാടോ, അല്ലാതെ എൻ്റെ അച്ഛനല്ല. അഭിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുക. ഈശ്വര, ഇവൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ പിടിച്ചാൽ പെട്ടത് തന്നെ. പെട്ടതാണ് കേട്ടോ നാഗേന്ദ്രൻ്റെ കൈ തട്ടി ഒരു വിളക്ക് പോലെയുള്ള സംഭവം താഴോട്ട് വീഴുന്നത്. ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് ആദർശൻ മനസ്സിലാവാണ് ആ വാതിലിൻ്റെ ഇടയിലായിട്ട് അവിടെ നാഗേന്ദ്രൻ ഉണ്ടെന്നുള്ളത്. വാതിലിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു. നാണയില്ലല്ലോടെ തനിക്ക്. താനൊക്കെ ഒരു ആണാണോ? തന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. താൻ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നവനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി നിനക്ക് എന്താടോ എന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ടത്? എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ അമ്പരപ്പോടെ നിൽക്കുകയാണ് നാഗേന്ദ്രൻ. എങ്ങനെ ഇതൊക്കെ ആദർശ് അറിഞ്ഞെന്നുള്ള മട്ടിൽ. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ നാഗേന്ദ്രൻ ആദർശിൻ്റെ മുന്നിലോട്ട് വരികയാണ്. നാഗേന്ദ്രൻ മുഖം കണ്ടിട്ട് ആദർശിന് പല ഓർമ്മകളും വരാൻ കേട്ടോ. അങ്ങനെ ഒടുവിൽ നാഗേന്ദ്രൻ എൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ആര് കീഴടങ്ങിയെന്നാടാ നീ പറയുന്നത്? ഈ ഞാനോ? എന്നാ നിനക്ക് തെറ്റി. നിന്നിപ്പോൾ ഇവിടെ എത്തിച്ചത് ഞാനാടാ. പറയുന്നതിലും വേണം ഒരു ലോജിക്കൊക്കെ. എന്തായാലും തന്നെ അടി മുതൽ വേര് വരെ മനസ്സിലാക്കിയിട്ടാ ഈ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനെനിക്കെന്താടാ ചെറുക്ക? നീ എൻ്റെ മുന്നിൽ നിന്ന് എന്ത് അഭ്യാസം വേണമെങ്കിലും കാണിച്ചോ, അതെനിക്ക് വിഷയമല്ല. എൻ്റെ ജ്വല്ലറി വളർത്താൻ വേണ്ടി ഞാൻ ഏതറ്റം വേണമെങ്കിലും പോവും. അല്ല, ഞാനിതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നത്? നീ വെറും ഒരു വട്ടപൂജയല്ലേ. മൂർത്തീസ് ജ്വല്ലറിയിലെ വെറും ഒരു തൊഴിലാളിയുടെ സ്ഥാനം പോലും ഇപ്പം നിനക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാടാ നിന്നെ പേടിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരു ചെളുക്ക് ചെറുക്കം വന്ന് പറഞ്ഞ അത് കേട്ട് ഭയക്കുന്നവനല്ലേ ഈ നാഗേന്ദ്രൻ. നാഗേന്ദ്രനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. പോയി തരത്തിപ്പോയി കളിക്കടാ പയ്യ. എന്നെ വെറും ചെറിയൊരു പയ്യനായി കണക്ക് കൂട്ടണ്ട. അങ്ങനെ കൂട്ടിയ നിങ്ങൾക്ക് തെറ്റി. ഈ ചെറിയ സമയം കൊണ്ട് മറഞ്ഞിരുന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന നിങ്ങളെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചെങ്കിൽ ഇനിയും പലതും സാധിക്കും. എന്നുവെച്ചാൽ ജ്വല്ലറി വേരോടെ പിഴുതെറിയും ഞാൻ. എടാ, തമാശ പറയുമ്പോഴേ തരത്തിൽ ചെന്ന് പറയടാ, അല്ലാതെ എന്നോടല്ല പറയേണ്ടത്. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാ ഇപ്പോൾ ഒന്നുമല്ലാതെ 0 ബാലൻസ് ആയി നിൽക്കുന്നു. എടാ മോനെ, നീ ഒരു ചീള് ചെറുക്കനാ. എൻ്റെ മുന്നിൽ വെറും 0. അതുകൊണ്ട് തർക്കിക്കാതെ പോവാൻ നോക്കടാ. മൂർത്തീസ് ജ്വല്ലറി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അത് നിന്റെ കഴപ്പുകേടാ, അല്ലാതെ ഞങ്ങളുടേതല്ല. പിന്നെ നീ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ച ആ അനഘ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ ജീവിതം നശിപ്പിച്ചത് നീയാടാ, അല്ലാതെ എൻ്റെ മകനല്ല. എടോ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ എന്തു ചെയ്യും? എന്നെ പിടിച്ച് കൊല്ലുവോ? കൊല്ലടാ, എന്നാ കൊല്ലടാ. ആ സമയത്ത് നിയന്ത്രണം വിട്ട് ആദർശ് അയാളെ അടിക്കാൻ പോവാണ് കേട്ടോ. പെട്ടെന്നാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. നിർത്ത്. മുത്തശ്ശൻ്റെ ശബ്ദം കേട്ട് ആദർശ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മുത്തശ്ശനും ജലജയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ. ജലജയാണെങ്കിൽ നാഗേന്ദ്രനെ കണ്ടിട്ട് ശരിക്കും ഞെട്ടുകയാണ്. നാഗേന്ദ്രൻ. ആദർശേ, മാറി നിൽക്കുക. ഇവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. ഇവനിലേക്ക് എത്തിക്കാന്നുള്ളത് മാത്രമായിരുന്നു നിന്റെ ദൗത്യം.
അത് നീ ഭംഗിയായി പൂർത്തീകരിച്ചു. ഇനി ഞാൻ കൊടുത്തോളം ഇവന് കൊടുക്കേണ്ടത്. എന്താടോ, താനും തൻ്റെ ഈ പീറ കൊച്ചുമകനും കൂടി എന്നെ വരട്ടാന്ന് വിചാരിച്ചോ? ഇല്ലടാ, നിന്നെ വിളിച്ചു വരുത്തി സദ്യ വിളമ്പാന്ന് കരുതി. ഏരണം കെട്ടവനെ, നിന്റെ കരണത്തെ എൻ്റെ കൈ പതിഞ്ഞ എൻ്റെ കൈ എത്ര പ്രാവശ്യം കഴുകിയാലും നന്നാവത്തില്ല. അത്രയ്ക്കും പുഴുത്ത ജന്മമാടാ നീ. ഇവളെ ഞാൻ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നതെന്നറിയോ? ഇവളെ നിനക്ക് അറിഞ്ഞൂടെ? നീ ഒരിക്കൽ ഉപേക്ഷിച്ചു പോയവൾ. ഞാൻ ഉപേക്ഷിച്ചു പോയവളോ? ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വരാതിരുന്നവളല്ലേ, അല്ലാതെ ഞാൻ ഉപേക്ഷിച്ചതല്ല. എന്നാൽ ജലജയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ദേഷ്യപ്പെട്ട് നിൽക്കാൻ കേട്ടോ. ഇവളിലൂടെയാണ് നീ ഞങ്ങളുടെ ബന്ധുവായത്. അതോടെ മൂർത്തീസ് ജ്വല്ലറിയിലെ പകുതി അധികാരം എൻ്റെ മക്കൾക്ക് കൊടുത്ത പോലെ നിനക്കും ഞാൻ തന്നു. പക്ഷെ നീ മൂർത്തീസ് ജ്വല്ലറിയെ കരിവാരി തേച്ചു. നിന്റെ അതേ ആവർത്തനം തന്നെ നിന്റെ മകനും അങ്ങ് ഏറ്റെടുത്തു. മൂർത്തീസ് ജ്വല്ലറിയെ അടിവേരോളം താഴ്ത്തി. അങ്ങനെ ചെയ്തെങ്കിൽ കണക്കായി. നിങ്ങൾക്കത് കിട്ടേണ്ടത് തന്നെയാ. അങ്ങനെ ഓരോന്നോരോന്നായി വേരോടെ പിഴുതെറിഞ്ഞ മൂർത്തീസ് ജ്വല്ലറി. ആ സമയത്ത് കൈ വീശിയിട്ട് മുത്തശ്ശൻ അയാളുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുകയാണ്. എടോ കിളവാ, താനെന്നെ തല്ലിയല്ലേ? ആ കിളവാന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ ആദർശം ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് അയാൾക്ക്. എന്നാൽ ഇതൊക്കെ കണ്ടോട്ട് അവധികയ്ക്കാകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ആബിയാണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ എന്തൊക്കെ ഇവിടെ ഇപ്പം നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഈശ്വരാ, ഇനിയിപ്പോൾ എന്തൊക്കെയാണോ അവസ്ഥ ഉണ്ടാവുക? എന്നാ വീട്ടിലോട്ട് കയറ്റുമാവോ? അമ്മയും കൂടി വന്നിരിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഈ കിളവൻ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? മോനെ ആദർശേ, വിട്. ഇവനുള്ള ശിക്ഷ ജയിൽ ശിക്ഷയാ. ഇവൻ ഞങ്ങളോട് ചെയ്തു വെച്ച ദ്രോഹം നോക്കുമ്പോൾ ഇവനെ വെറുതെ വിടരുതായിരുന്നു. അന്ന് എന്നെ ജയിലിൽ അടയ്ക്കണമായിരുന്നു ഇവനെ. പക്ഷേ എൻ്റെ മകളുടെ ഭർത്താവായിരുന്നല്ലോ എന്നുള്ള പരിഗണന കൊടുത്തോണ്ട് മാത്രമാണ് ഇവനെ ഞാൻ വെറുതെ ജീവിക്കാൻ അനുവദിച്ചത്. എടോ കിളവാ, എന്നാ കേട്ടോ, തന്നേക്കാൾ ഞാൻ വളർന്നു. ഈ പേയൻ ജ്വല്ലറിയുടെ ഓണറാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ ജലജ മുഖം പൊക്കിയിട്ട് അയാളുടെ മുഖത്തോട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തൻ്റെ പോലെ തന്നെ ഞാനും വലിയൊരു ജ്വല്ലറിയുടെ ഓണറാടാ. ഏൻ ജ്വല്ലറി എന്നുള്ള സാമ്രാജ്യം എൻ്റെതാടാ. ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഏൻ ജ്വല്ലറി ഇയാളുടേതാണോ? അറിയാമടാ, ആ തുക്കട ജ്വല്ലറി നിൻ്റെതാണെന്ന്. തുക്കട ജ്വല്ലറി ഇപ്പം എൻ്റെതല്ല, നിങ്ങളുടെ ജ്വല്ലറിയാ, മൂർത്തീസ് ജ്വല്ലറി. നിന്നെപ്പോലുള്ളൊരു കഴിവേറിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. തനിക്കൊന്നും കഴുതയുടെ ബുദ്ധി പോലുമില്ല. തല തിരിഞ്ഞ് ചിന്തിക്കുന്നവരെപ്പോഴും തല തിരിഞ്ഞ് മാത്രമേ ചിന്തിക്കൂ. അവരെ തിരുത്താൻ ആർക്കും പറ്റില്ല. നിന്നെയും നിൻ്റെ മകനെയും ഭാര്യയെയും ഒറ്റ യുഗത്തിൽ കെട്ടാം. പിന്നെ ഒരു കാര്യം, മൂർത്തീസ് ജ്വല്ലറിക്കാർക്ക് പിന്നിൽ നിന്ന് കുത്തി പരിചയമില്ല. ഇനിയെല്ലാം നേർക്ക് നേരെ, നിൻ്റെ നേർക്ക് നേരെ നിന്നായിരിക്കും ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. മോനെ ആദർശേ, വാടാ. ഈ നാണം കെട്ടവൻ്റെ മുന്നിൽ നിന്ന് ഇനി സംസാരിക്കണ്ട. വാ മോനെ. ഇതും പറഞ്ഞുകൊണ്ട് നേരെ ആദർശിനെയും കൂട്ടിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാണ് മുത്തശ്ശൻ. ഛേ! അപ്പോൾ അഭി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അച്ഛാ, അവർ പോയോ? പോയി. എൻ്റെ കരണത്തവൻ തല്ലി. ആ കിളവൻ മാത്രമല്ലല്ലോ, ആ ആദർശൻ തല്ലിയില്ലേ? അവൻ തല്ലിയതിനേക്കാൾ 10 മടങ്ങ് ഉശിരോടെ അയാൾ തല്ലിയത്. അപ്പോൾ അവന്തിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ശരിക്കും പറഞ്ഞാലേ എനിക്ക് ദേഷ്യം അടക്കി പിടിക്കാൻ പറ്റിയില്ല. ഞാൻ വലുത് അയാൾ ചെയ്തേനെ. ഒരു 2 മിനിറ്റ് കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ. എല്ലാം തകരുവാണല്ലോ മോളെ. അവർ നമ്മളിലേക്ക് എത്തി. ഇനി അധിക ദൂരമൊന്നുമില്ല. ജയിക്കാൻ വേണ്ടി ഇനി നമ്മൾ എന്തും ചെയ്യണം. ഓക്കെ, അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്താൽ ഉടനടി അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.